രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ ചെന്ന് കണ്ട ശേഷം പി.സി. വിശ്വനാഥ് നടത്തിയ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് പി.സി. വിശ്വനാഥ് എം.എൽ.എ. ആരോപിച്ചു. പോലീസ് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. സമരം ചെയ്തതിന് ക്രിമിനലിനോട് പെരുമാറുന്നത് പോലെ പെരുമാറിയെന്നും പോലീസ് നടപടിയെ രാഷ്ട്രീയമായി നേരിടുമെന്നും പി.സി. വിശ്വനാഥ് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ അവസാനം അങ്ങോട്ട് കയറാനുള്ള ശ്രമം നടത്തിയപ്പോഴുണ്ടായ പ്രതികരണം രാവിലെ മുതൽ കാണുന്നതാണ്. ഇത് ഞങ്ങളോട് മാത്രമൊന്നുമല്ല, ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒളിച്ചു പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് AR ക്യാമ്പിൽ കൊണ്ടുവരും, അവിടെ കൊണ്ടുവന്നില്ല. കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മെഡിക്കൽ എടുക്കാൻ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് ഫോർട്ട് ആശുപത്രി കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ വാഹനം കുറുകെ വെച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവനോടുണ്ടോ അതോ പോലീസ് ജീപ്പിനകത്തിട്ട് തല്ലിക്കൊന്നോ എന്നറിയാൻ രാഹുലിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊരു റൈറ്റ് ഇല്ലേ? ഇങ്ങനെ അതാണ് ഞങ്ങളിന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഒളിച്ച് കടത്തിക്കൊണ്ട് നടക്കുന്നതാണോ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ്? പി.സി. വിശ്വനാഥിന്റെ പ്രതികരണമാണ് കണ്ടത്. പി.സി. വിശ്വനാഥും പാലോട് രവിയും ജയിലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടു. അത് തന്നെ ശ്രമകരമായിരുന്നു. പി.സി. വിശ്വനാഥിന്റെ വാഹനം അടക്കം കടത്തിവിടില്ല എന്ന നിലപാടായിരുന്നു ജയിലധികാരികൾ ആദ്യം സ്വീകരിച്ചത്. അതേ ചൊല്ലി അവിടെ വലിയ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പിന്നീട് പ്രതിഷേധം ഭയന്ന് പോലീസിന് വിധേയപ്പെടേണ്ടി വരികയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് വാഹനം കടത്തിവിട്ടത്. പി.സി. വിശ്വനാഥിന്റെ പ്രതികരണമാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനമെങ്ങും ഉയരുന്നത്. നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കടക്കുകയുമാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.